ഹലോ, നമുക്ക് 8ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കിയാലോ. ജീവകാരുണ്യ പ്രവർത്തനം എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം വരുന്നത് പേജ് നമ്പർ 60 നമുക്ക് നോക്കാം. പേജ് നമ്പർ 60 പ്രവർത്തന നിരതമാകുന്ന വിശ്വാസം എന്നുള്ള ഹെഡിങ്ങിൻ്റെ താഴെ വരുന്നുണ്ട്. പാപികളെയും രോഗികളെയും പീഡിതരെയും തേടി വരികയും അവർക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോവുകയും ചെയ്ത ഈശോയുടെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കാനും അവരിൽ ഈശോയുടെ മുഖം കണ്ടുകൊണ്ട് അവരെ ആധ്യാത്മികവും ഭൗതികവുമായി ഉയർത്തുവാനും സഭ ചെയ്യുന്ന ശുശ്രൂഷകളാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. കേൾക്കുമ്പോൾ വലിയ സെൻറ്റൻസായി തോന്നിയാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, എഴുതാനും പറ്റും. പാപികളെയും രോഗികളെയും പീഡിതരെയും തേടി വരികയും അവർക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോവുകയും ചെയ്ത ഈശോയുടെ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കാനും അവരിൽ ഈശോയുടെ മുഖം കണ്ടുകൊണ്ട് അവരെ ആധ്യാത്മികവും ഭൗതികവുമായി ഉയർത്തുവാനും സഭ ചെയ്യുന്ന ശുശ്രൂഷകളെയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാമൂഹ്യനീതിയെക്കുറിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള സഭയുടെ പ്രധാനപ്പെട്ട 5 പ്രമാണരേഖകളുടെ പേരെഴുതുക. ഉത്തരം വരുന്നത് പേജ് നമ്പർ 62 സഭയുടെ പ്രബോധനം എന്നുള്ള ഹെഡിങ്ങിൻ്റെ താഴെയാണ്. സാമൂഹിക നീതിയെക്കുറിച്ചും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സഭയ്ക്കുള്ള പങ്കിനെക്കുറിച്ചും ഉദ്ബോധിപ്പിക്കുന്ന അപ്പസ്തോലിക പ്രബോധനങ്ങൾ നിരവധിയാണ്. അതിന് ഏതൊക്കെയാണ് പ്രബോധനങ്ങൾ എന്ന് പറയുന്നുണ്ട് ഇവിടെ. റേരും നൊവാരും, മാതാവും ഗുരുനാഥയും, ഭൂമിയിൽ സമാധാനം, മാനവ പുരോഗതി. 4 ആയുള്ളൂ. എനിക്ക് തോന്നുന്നു അവസാനം ഒരു പാരഗ്രാഫിൽ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം 5. അല്ല കൃത്യമായിട്ട് ആരെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം എന്ത്? അത് നമുക്കറിയാവുന്ന ഉത്തരമാണ്. ഉത്തരം വരുന്നത് പേജ് നമ്പർ 61 സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് നോക്കാം. ഈശോ നൽകിയ മാതൃകയും പ്രബോധനങ്ങളുമാണ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പാപികളോടും രോഗികളോടും ആകുലരോടും പ്രത്യേകം കരുണ കാണിച്ചിരുന്നു. രോഗികളെ സുഖപ്പെടുത്തി, പാപികൾക്ക് പാപമോചനം നൽകി, ആകുലരെ ആശ്വസിപ്പിച്ചു. ഈശോ എന്താ പറഞ്ഞേ? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്നാണ് ഈശോ പറഞ്ഞത്. അതുപോലെ നല്ല സമറിയാക്കാരൻ്റെ ഉപമ പറഞ്ഞപ്പം അതിൽ ആവശ്യത്തിലിരിക്കുന്ന ആളുകളെ സഹായിക്കണം എന്നുള്ള മെസ്സേജ് ഈശോ തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ മുമ്പിൽ ആവശ്യക്കാരെ കണ്ടിട്ട് അവരെ അവഗണിച്ച് കടന്നു പോകുമ്പോൾ നമ്മൾ നരകശിക്ഷയ്ക്ക് അർഹരായി തീരുമെന്ന് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ വിവരിച്ചുകൊണ്ട് ഈശോ പറയുന്നുണ്ട്. അപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈശോ നൽകിയ മാതൃകയും ഈശോയുടെ പ്രബോധനങ്ങളുമാണ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം. മനസ്സിലായല്ലോ അല്ലേ?